തീ തുപ്പിയാൽ പണം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് കൊല്ലം സ്വദേശി ഇർഫാന്റെ വാദം. ഇതൊരു മോട്ടിവേഷൻ കഥയല്ല. സകല നിയമങ്ങളും കാറ്റിൽ പറത്തി കാറിൽ തീ തുപ്പുന്ന ഇർഫാനോട് ഹാജരാകാൻ MVD നോട്ടീസ് നൽകി. ഇർഫാൻ ഹാജരായി. കാർ 2 വർഷത്തേക്ക് റോട്ടിലിറക്കാൻ പറ്റില്ല, രജിസ്ട്രേഷൻ റദ്ദാക്കും. അതേപോലെ ഇർഫാന് കാർ ഓടിക്കാൻ ഒരു ഡ്രൈവറും വെക്കേണ്ടി വരും. ഇർഫാന്റെ ലൈസൻസും റദ്ദ് ചെയ്തിട്ടുണ്ട്. കല്യാണ വീടുകളിലും പരിപാടികളിലും ഷോ കാണിച്ച് പണം ഉണ്ടാക്കാനാണ് ഈ സാഹസം എന്നാണ് ഇർഫാന്റെ വാദം. കാറിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നാണ് ഇർഫാൻ പറയുന്നത്. മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വാഹനം കസ്റ്റഡിയിലെടുത്തത്. കാർ രൂപമാറ്റം വരുത്തി രക്ഷപ്പെടാനായിരുന്നു നീക്കം. സൈലൻസറിൽ മാറ്റം വരുത്തി തീ തുപ്പുന്ന രീതിയിൽ ഓടിച്ച കാറിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സോഷ്യൽ മീഡിയയിൽ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് സംഘം വാഹനം കണ്ടെത്തിയത്. എൻഫോഴ്സ്മെന്റ് RTO ദിലീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനം തിരിച്ചറിഞ്ഞത്. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിലാണ് സൈലൻസറിൽ മാറ്റം വരുത്തി വലിയ തോതിൽ തീ പുറത്തുവിടുന്ന സംവിധാനം ഘടിപ്പിച്ചിരുന്നത്. ജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ച ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അതേസമയം വാഹനം മോഡിഫിക്കേഷൻ നടത്തിയത് വരുമാനം നേടാനാണെന്നും 1 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് തീ തുപ്പുന്ന രീതിയിലേക്ക് വാഹനം മാറ്റിയതെന്നും വിവരമുണ്ട്. ഇൻസ്റ്റഗ്രാം റീൽ, വിവാഹ ചടങ്ങുകൾ, ക്യാമ്പസുകളിലെ പരിപാടികളിൽ എന്നിവയിൽ താരമാണ് പിടികൂടിയ കാർ. പണം വാങ്ങിയ ശേഷമാണ് വാഹനം എത്തിക്കുന്നത്. സമാനമായി മോഡിഫിക്കേഷൻ നടത്തിയ വാഹനങ്ങൾ ഉണ്ടോ എന്നതിലും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തുന്നു. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.